യെസ്, അടുത്ത ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓപ്ഷൻസ് എന്നുള്ള ടോപ്പിക്കാണ്. ആക്ച്വലി ഞാൻ ഈ ക്ലാസ് പ്ലാൻ ചെയ്യുന്നത് പ്യുവർലി എക്സാം ഓറിയൻറ്റഡ് ആയിട്ടാണ്. ഒരിക്കലും ആദ്യമായിട്ട് ഓപ്ഷൻസിൻ്റെ ക്ലാസ് കേൾക്കുന്നവർക്കോ അല്ലെങ്കിൽ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള രൂപത്തിലൊന്നല്ല നമ്മൾ ക്ലാസ് ചെയ്യുന്നത്. ജസ്റ്റ് എക്സാം ഓറിയൻറ്റഡ് ചെറിയൊരു റിവിഷനാണ് പ്ലാൻ ചെയ്യുന്നത്. പുതിയ ടൈപ്പ് ഇപ്പോൾ എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻസ് എങ്ങനെ ചെയ്യുന്നുള്ള അതെങ്ങനെ ചിന്തിക്കുന്നുള്ള ആ ഒരു അപ്രോച്ച് മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഒരിക്കലും ബേസിക് കോൺസെപ്റ്റിലൊന്നും ഒരുപാട് ഡിസ്കസ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് ഓപ്ഷൻസ് കേൾക്കുന്നവരൊന്നും ഇത് കണ്ടിട്ട് പ്രത്യേകിച്ചൊരു ബെനിഫിറ്റ് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നില്ല. മനസ്സിലാവാൻ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, ജസ്റ്റ് ഇവിടെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിന് വേണ്ടി മാത്രം ഈ ഡിസംബർ എക്സാമിന് വേണ്ടിയിട്ട്. ഓക്കെ, നോക്കാം വാട്ട് ഈസ് ഓപ്ഷൻ എന്നുള്ളത് അല്ലേ. ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻസ് ഈസ് ലൈക്ക് ഫ്യൂച്ചേഴ്സ് ഒക്കെ പോലെ തന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഒരു എക്സ്ചേഞ്ച് ട്രേഡ് ആയിട്ടുള്ള ഒരു കോൺട്രാക്റ്റ് ആണെന്ന് പറയുന്നത് ഓപ്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഓപ്ഷൻസ് നോൺ ഡെലിവറി ബേസ്ഡ് ആണ്. സാധാരണ ഫ്യൂച്ചേഴ്സ് പോലെ തന്നെ 1 month 2 month 3 month മെച്യൂരിറ്റികളൊക്കെ ഉണ്ട്. ദേ ആർ മാർക്കറ്റ് ടു മാർക്കറ്റ് ആണ്. കാരണം നമ്മൾ ആദ്യം ഈ പറഞ്ഞ പോലെ പ്രീമിയം കൊടുത്തിട്ട് വേണമെന്ന് എന്ത് ചെയ്യാനായിട്ട് ക്ലിയറിംഗ് ഹൗസിൽ നമ്മൾ പ്രീമിയം ഡെപ്പോസിറ്റ് ചെയ്തിരിക്കണം. നോക്കാം, 2 ടൈപ്പ് ഓഫ് ഓപ്ഷൻസ്. ഒന്ന് കോൾ ഓപ്ഷൻ, പ്രധാനമായിട്ട് നമുക്ക് കിട്ടാം കോൾ പുട്ട് എന്നൊക്കെ ഉള്ളത് അല്ലേ. എന്താണ് കോൾ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ? കോൾ ഓപ്ഷൻ മീൻസ് റൈറ്റ് ടു ബൈ സംതിങ്. ഓക്കെ, അതായത് ഒരു അസറ്റ്. ഓക്കെ, ഒരു അസറ്റ് വാങ്ങാനുള്ള അവകാശം റെസ്പെക്റ്റീവ് ഓഫ് ദി മാർക്കറ്റ് പ്രൈസ്. അതായത് നമുക്കൊരു അസറ്റ് കൂടുന്നു വിചാരിക്കുന്നുണ്ടെങ്കിൽ, ഓക്കെ, ഒരു അസറ്റിൻ്റെ വില കൂടുന്നു വിചാരിക്കണം. ഫോർ എക്സാമ്പിൾ അസറ്റിൻ്റെ ഏറ്റവും സിമ്പിളായിട്ട് ഷെയർ എടുക്കാം. ടാറ്റ മോട്ടോഴ്സിൻ്റെ ഷെയറിൻ്റെ പ്രൈസ്, ഓക്കെ, കറണ്ട് മാർക്കറ്റ് പ്രൈസ് CMP കറണ്ട് മാർക്കറ്റ് പ്രൈസ് 800 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ വിത്തിൻ 1 monthനുള്ളിൽ അത് 900 ആവുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ നിങ്ങൾക്ക് 900 ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് 800 rupees വാങ്ങിക്കാൻ 800 rupees നിങ്ങളതിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 20 rupees ഒക്കെ പ്രീമിയം കൊടുത്തിട്ട് ഒരു 830 അല്ലെങ്കിൽ ഒരു 840 rupeesന് വാങ്ങാനുള്ള ഒരു റേറ്റ് എടുക്കാം. ഓക്കെ, സോ 1 month കഴിഞ്ഞിട്ട് 1 monthനുള്ളിൽ 840 rupeesന് വാങ്ങാനുള്ള റേറ്റ്. അപ്പോൾ നമ്മൾ ഇതിനെ എങ്ങനെയാണ് ചിന്തിക്കേണ്ടത് വെച്ചാൽ, വൺസ് ഈ ഒരു റേറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇതൊരു അവകാശമാണ്. ഓക്കെ, അതായത് ഈ റേറ്റ് വാങ്ങുന്ന ആളെ നമ്മൾ എന്ത് വിളിക്കും? ഓപ്ഷൻ ബയർ എന്ന് വിളിക്കും. ഓക്കെ, ഓപ്ഷൻ ഹോൾഡർ അല്ലെങ്കിൽ ഓപ്ഷൻ ബയർ. അപ്പുറത്ത് ഒരാൾ ഇത് വിൽക്കണല്ലോ. കോൺട്രാക്ട് ആകുമ്പോൾ ഒരു 2 ആളുണ്ടായിരിക്കും, അതർ പാർട്ടി ഉണ്ടായിരിക്കും അപ്പുറത്ത്. അയാൾ വിളിക്കുന്ന പേര് ഓപ്ഷൻ റൈറ്റർ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഈ ഓപ്ഷൻ ഹോൾഡർ എന്ത് ചെയ്യണം? ഈ ഒരു അവകാശം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഓപ്ഷൻ ഹോൾഡർ അപ്പുറത്തെ ആൾക്ക് എന്ത് കൊടുക്കണം? പ്രീമിയം കൊടുക്കണം. ഓക്കെ, സോ നമ്മൾ അവകാശം ആർക്കാണ് കിട്ടുന്നത് അയാളാണ് അതർ പാർട്ടിക്ക് എന്ത് കൊടുക്കേണ്ടത്? കൺസിഡറേഷൻ കൊടുക്കേണ്ട. കൺസിഡറേഷൻ വിളിക്കുന്ന പേരാണ് ഓപ്ഷൻസ് പ്രീമിയം. ഞാനിവിടെ പറഞ്ഞ എക്സാമ്പിൾ 20 rupees കൊടുക്കും. ഓക്കെ, ലോഡ് സൈസ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ 100ന്റെ ലോഡ് സൈസ് ആണെങ്കിൽ ഒരു കോൺട്രാക്ട് എടുത്തു കഴിഞ്ഞാൽ 100 എണ്ണം മിനിമം എടുക്കണം. അപ്പോൾ 100 × 20, സോ നമുക്ക് 2000 രൂപ നമ്മൾ പ്രീമിയം കൊടുത്തിട്ടാണ് ഒരു കോൺട്രാക്ട് എൻ്റർ ചെയ്യാനായിട്ട്. വൺസ് ഈ കോൺട്രാക്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഓപ്ഷൻ ഹോൾഡർക്ക് ഒരു അവകാശം കിട്ടും. 1 month കഴിഞ്ഞിട്ട് മാർക്കറ്റിൽ എത്ര വില ആയിക്കോട്ടെ നമുക്ക് 840 രൂപയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? വാങ്ങാൻ പറ്റും. ആ 840 രൂപ വിളിക്കുന്ന പേരാണ് സ്ട്രൈക്ക് പ്രൈസ് അല്ലെങ്കിൽ എക്സൈസ് പ്രൈസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ 1 month കഴിഞ്ഞ് സപ്പോസ് എത്ര 900 ആയി എന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ എങ്ങനെ ചിന്തിക്കേണ്ടത്? മാർക്കറ്റിൽ ഞാൻ ഈ ഒരു പറയുന്ന ഒരു കോൺസെപ്റ്റ് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ കുറച്ച് എളുപ്പമായിരിക്കും എക്സാമിന്. മാർക്കറ്റിൽ 900 ഉള്ള ടാറ്റ മോട്ടോഴ്സ് എനിക്ക് എത്ര രൂപയ്ക്ക് വാങ്ങാൻ പറ്റും? 840 രൂപയ്ക്ക് വാങ്ങാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ ഓപ്ഷൻ ഹോൾഡർ ഓപ്ഷൻ സെല്ലറോട് പറയണം, മോനെ എൻ്റെ കയ്യിൽ 840 രൂപയ്ക്ക് വാങ്ങാനുള്ള റേറ്റ് ഉണ്ട്. ഞാൻ നിൻ്റെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യുന്നു? 840 രൂപയ്ക്ക് വാങ്ങിക്കുകയാണെങ്കിൽ എന്നിട്ട് ഉടനടി ഞാൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ കൊണ്ടുപോയി വിൽക്കുകയാണെങ്കിൽ എനിക്ക് എത്ര കിട്ടും? 840 വാങ്ങിച്ചിട്ട് ഞാൻ 900 രൂപയ്ക്ക് 900 വിൽക്കുമ്പോൾ എനിക്ക് 60 രൂപ കിട്ടും. അപ്പോൾ നീ ഒരു കാര്യം ചെയ്താൽ മതി, ടാറ്റ മോട്ടോഴ്സിൻ്റെ ഷെയർ എനിക്ക് തരുകയും വേണ്ട, ഞാൻ എന്ത് ചെയ്യണം? അവിടെ പോയി വിൽക്കുന്നുമില്ല. എനിക്കത് ചെയ്താൽ കിട്ടുന്ന ലാഭം എത്രയാണോ അത് നീ എനിക്ക് തന്നാൽ മതി. ദാറ്റ് ഈസ് എത്ര? 60 രൂപ വെച്ച് ഒരു ഷെയറിന് ഒരു കോൺട്രാക്റ്റിൽ എത്ര ഉണ്ടായിരുന്നു? 100 എണ്ണം. സോ 100 × 60 രൂപ 6000 രൂപ നമുക്ക് എന്ത് കിട്ടും? പേ ഓഫ് ആയിട്ട് കിട്ടും. പേ ഓഫ് അതായത് സെറ്റിൽമെൻറ്റ്, ഓപ്ഷൻ്റെ സെറ്റിൽമെൻറ്റ് സമയത്ത് നമുക്ക് കിട്ടും. ദെൻ ഈ ഒരു എമൗണ്ട് മുഴുവൻ നമ്മളെ പ്രോഫിറ്റ് അല്ല. കാരണം നമ്മൾ 2000 രൂപ എന്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു? പ്രീമിയം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓപ്ഷൻ ഹോൾഡർക്ക് 6000 രൂപ കിട്ടുമ്പോൾ അതിൽ 2000 നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ട്? ഔട്ട്ഫ്ലോ പ്രീമിയം കൊടുത്തിട്ടുണ്ട്. Therefore നെറ്റ് ഇൻകം എത്രയാണ്? പ്രോഫിറ്റ് 4000 ആണ്. ഇതാണ് ഓപ്ഷൻ ഹോൾഡർ സിറ്റുവേഷൻ. അപ്പോൾ കോൾ ഓപ്ഷൻ എങ്ങനെയാണ് ചിന്തിക്കേണ്ടത്? മാർക്കറ്റിൽ എത്രയാണോ ഇതുള്ളത് ആ സാധനം നമുക്ക് ഈ എക്സൈസ് പ്രൈസിൽ വാങ്ങാനുള്ള അവകാശമുണ്ട്. ഇയാൾ എക്സൈസ് ചെയ്യുമല്ലോ. കാരണം മാർക്കറ്റിൽ 900 രൂപയ്ക്ക് വിൽക്കുന്ന ഒരു ഐറ്റം, ഓക്കെ, കടയിൽ 900 രൂപയ്ക്ക് വിൽക്കുന്ന ഒരു ഐറ്റം നമുക്കൊരാൾ പറഞ്ഞത് നമ്മളോട് എത്ര രൂപയ്ക്ക് തരാമെന്ന്? 840 തരാമെന്ന്. അത് വാങ്ങണോ വേണ്ടേ തീരുമാനിക്കുന്നത് നമ്മളാണ്. കാരണം ഓപ്ഷൻ ഹോൾഡറുടെ കയ്യിലാണ് റേറ്റ് ഉള്ളത്. പിന്നെ ആ ഒരു ഓപ്ഷൻ ഹോൾഡറിൽ റേറ്റ് ഉണ്ടാവാനാണ് നമ്മൾ അയാൾക്ക് എന്ത് കൊടുത്തത്? 20 രൂപ കൊടുത്തത്.
അപ്പോൾ 840 രൂപയ്ക്ക് കിട്ടാനുള്ള അവകാശം നമുക്കുണ്ടെങ്കിൽ അത് നമ്മൾ വേണമെങ്കിൽ വിനിയോഗിക്കും. അപ്പോൾ 840 നമ്മൾ അത് എക്സസൈസ് ചെയ്യണം, അതുകൊണ്ടാണ് അതിൻ്റെ എക്സസൈസ് പ്രൈസ് എന്ന് വിളിക്കുന്നത്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അവൻ്റെ ഇത് വാങ്ങിക്കുന്നൊന്നുമില്ല. ഈ ഒരു ഇമാജിനേഷൻ നമ്മൾ ഡെറിവേറ്റീവ് തുടങ്ങിയപ്പോൾ പറഞ്ഞ പോലെ ഒരു ഇമാജിനേഷൻ മാത്രമാണ്. സോ 840 രൂപയ്ക്ക് വാങ്ങിക്കുന്നതായിട്ട് കരുതുന്നു. then അത് എന്ത് ചെയ്യുന്നു, 900 രൂപയ്ക്ക് വിൽക്കുകയാണെന്ന് കരുതുന്നു. ഫോർ 60 രൂപ നമുക്ക് പേ ഓഫ് കിട്ടും. അത് 100 6000 നമ്മൾ പ്രീമിയം കൊടുത്ത് മൈനസ് ചെയ്യുമ്പോൾ 4000. ഈ രീതിയിലാണ് കോൾ ഓപ്ഷൻ നമ്മൾ ചിന്തിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത MCQ ചോദിക്കാം, വാട്ട് ഈസ് ദ ബ്രേക്ക് ഈവൻ പ്രൈസ്. ഓക്കെ, എന്താണ് ബ്രേക്ക് ഈവൻ പോയിന്റ് വെച്ചാൽ നോ പ്രോഫിറ്റ് നോ ലോസ്. ഓക്കെ, അപ്പോൾ കോമൺ സെൻസ് ആലോചിക്കുക, ഓപ്ഷൻ ഹോൾഡർ 20 രൂപ പ്രീമിയം കൊടുത്തിട്ടില്ലേ, 20 രൂപ പ്രീമിയം കൊടുത്തിട്ടില്ലേ. അപ്പോൾ മാർക്കറ്റ് പ്രൈസ് എത്ര ആയി കഴിഞ്ഞാലാണ് മിനിമം നമുക്ക് നോ പ്രോഫിറ്റ് നോ ലോസ് ആവുക. അതായത് മാർക്കറ്റ് പ്രൈസ് എത്ര ആയാലാണോ 20 രൂപ നമുക്ക് പേ ഓഫ് കിട്ടുന്നത്, അതായിരിക്കും ബ്രേക്ക് ഈവൻ പ്രൈസ്. കാരണം നമ്മളുടെ ഓപ്ഷൻ റൈറ്റർക്ക് എന്ത് കൊടുത്തിട്ടുണ്ട്, 20 രൂപ പ്രീമിയം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇയാൾക്ക് ഈ പറയുന്ന ആൾക്ക് ഈ മിസ്റ്റർ എ ഈ ബിക്ക് എത്ര കൊടുക്കുന്നത്, 20 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ തിരിച്ച് നോ പ്രോഫിറ്റ് നോ ലോസ് ആവണമെങ്കിൽ ബി എക്ക് എത്ര കൊടുക്കണം, 20 രൂപ കൊടുക്കണം. എന്നാലേ നോ പ്രോഫിറ്റ് നോ ലോസ് ആവുള്ളൂ. എപ്പോഴാണ് ബി എക്ക് പൈസ കൊടുക്കേണ്ടി വരിക, മാർക്കറ്റിൻ്റെ വില 840 ഓക്കെ, മാർക്കറ്റ് പ്രൈസ് ഓൺ മെച്യൂരിറ്റി ഡേറ്റിൽ ഏതിനേക്കാളും മുകളിൽ പോവുകയാണെങ്കിൽ 840 മുകളിൽ പോവുകയാണെങ്കിൽ, അപ്പോൾ ഇവിടെ എത്രയാണോ മുകളിൽ പോകുന്നത് ഈ ഡിഫറൻസ് ആണ് ആര് കൊടുക്കുക, ഈ ഒരു 840 ഈ ഒരു മാർക്കറ്റ് പ്രൈസും 840 തമ്മിലുള്ള ഡിഫറൻസ് ആണ് ആർക്ക് കൊടുക്കുക, ബി എക്ക് കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ അതെത്ര വരണം, 20 രൂപ വരണമെങ്കിൽ മാർക്കറ്റ് പ്രൈസ് എത്ര ആവണം, 860 രൂപ ആവണം. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് പ്രൈസ് 860 ആയി കഴിഞ്ഞാലല്ലേ ബി എക്ക് എത്ര കൊടുക്കുള്ളൂ, 20 രൂപ കൊടുക്കുക. അപ്പോൾ ബ്രേക്ക് ഈവൻ പ്രൈസ് എത്രയാണ്, 860. അത് കിട്ടാനുള്ള എളുപ്പം എത്രയേ ഉള്ളൂ, ദാറ്റ് ഈസ് എക്സസൈസ് പ്രൈസ് പ്ലസ് പ്രീമിയം. ഓക്കെ, സോ ഇൻ കേസ് ഓഫ് എ കോൾ ഓപ്ഷൻ ബ്രേക്ക് ഈവൻ പ്രൈസ് ഈസ് ഈക്വൽ ടു എക്സസൈസ് പ്രൈസ് പ്ലസ് പ്രീമിയം. ഓക്കെ, നേരെ മറിച്ച് അപ്പോൾ ഇതാണ് നമ്മൾ കോൾ ഓപ്ഷൻ്റെ ലോജിക്ക്. ഓക്കെ അല്ലേ. അപ്പോൾ എന്താണ് കോൾ ഓപ്ഷൻ എന്ന് പഠിച്ചാൽ, കോൾ ഓപ്ഷൻ മീൻസ് കോൾ ഓപ്ഷൻ 2 സൈഡ് ഉണ്ട്. ഓക്കെ, കോൾ ഓപ്ഷനിൽ ബയറും ഉണ്ട് സെല്ലറും ഉണ്ട്. ഓക്കെ, അപ്പോൾ കോൾ ഓപ്ഷൻ ബൈ ചെയ്യുന്ന ആൾക്ക് എന്ത് കിട്ടും, റൈറ്റ് ടു ബൈ കിട്ടും. അപ്പോൾ ഒരാൾക്ക് വാങ്ങാനുള്ള അവകാശം ഉണ്ടെങ്കിൽ മറ്റാൾക്ക് പിന്നെ അവകാശം ഉണ്ടാവും. 2 പേർക്ക് അവകാശം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ സെറ്റിൽമെൻറ്റ് വരുമോ, ഇല്ല. ഒരാൾക്ക് എന്ത് വേണം, ഒബ്ലിഗേഷൻ വേണം അല്ലേ. അപ്പോൾ ഒരാൾക്ക് വാങ്ങാനുള്ള അവകാശം ഉണ്ടെങ്കിൽ അതർ പാർട്ടിക്ക് വിൽക്കാനുള്ള എന്ത് വേണം, ബാധ്യത വേണം. അതുകൊണ്ട് കോൾ ഓപ്ഷനിൽ അതർ പാർട്ടി, അതായത് കോൾ ഓപ്ഷൻ സെല്ല് ചെയ്യുന്ന വ്യക്തിക്ക് ഉണ്ടാവുന്നത് ഒബ്ലിഗേഷൻ ടു സെല്ലാണ്. അപ്പോൾ പല ആൾക്കാരും കോൾ മീൻസ് ബൈ എന്നൊക്കെ വിചാരിക്കും. അങ്ങനെയല്ല, കോൾ ഓപ്ഷൻ്റെ അകത്ത് ബൈയിങ്ങും സെല്ലിങ്ങും വരുന്നുണ്ട്. കോൾ ഓപ്ഷൻ വാങ്ങുന്നവർക്കാണ് റൈറ്റ് ടു ബൈ ദ അസറ്റ് അല്ലെങ്കിൽ ഷെയർ. നേരെ വെച്ച് കോൾ ഓപ്ഷൻ സെല്ല് ചെയ്യുന്നവർക്ക് ഒബ്ലിഗേഷൻ ടു സെല്ലാണ്. ഓക്കെ, അത് കോൾ ഓപ്ഷൻ വാങ്ങിച്ച ആൾ എക്സസൈസ് ചെയ്യാൻ വരികയാണെങ്കിൽ അതെന്ത് ചെയ്യാൻ, വിൽക്കാനുള്ള ബാധ്യസ്ഥരാണ് ആര്, കോൾ ഓപ്ഷൻ സെല്ലർ. അപ്പോൾ കോൾ ഓപ്ഷൻ ബൈ ചെയ്യുന്നവർ പൊതുവെ നമ്മൾ C+ എന്ന് വിളിക്കും. ദെൻ കോൾ ഓപ്ഷൻ സെല്ല് ചെയ്യുന്നവർ നമ്മൾ C- എന്ന് വിളിക്കും. ദെൻ C+ ബൈ ചെയ്തവൻ സെല്ല് ചെയ്തവനക്ക് എന്ത് കൊടുക്കണം, പ്രീമിയം കൊടുത്തിരിക്കുന്നത്. ഇതാണ് കോൾ ഓപ്ഷൻ്റെ പ്രത്യേകത. അതേപോലെ തന്നെ പുട്ട് ഓപ്ഷൻ ഉണ്ട്. പുട്ട് ഓപ്ഷൻ മീൻസ് റൈറ്റ് ടു സെൽ സംതിങ്. അതായത് നിങ്ങൾ ഒരു അസറ്റ് വിൽക്കാനുള്ള അവകാശം, ഒരു പർട്ടിക്കുലർ പ്രൈസിന് വിൽക്കാനുള്ള അവകാശത്തിന് വിളിക്കുന്ന പേരാണ് പുട്ട് ഓപ്ഷൻ. ഓക്കെ, ഇനി അപ്പോൾ നോർമലി കോൾ ഓപ്ഷൻ ആണെങ്കിൽ യു ക്യാൻ ബൈ ദ ഐറ്റം അറ്റ് എൻ അഗ്രീഡ് പ്രൈസ്, പുട്ട് ഓപ്ഷൻ ആണെങ്കിൽ യു ക്യാൻ സെൽ ദ ഐറ്റം അറ്റ് എൻ അഗ്രീഡ് പ്രൈസ്. അത് ആ ഓപ്ഷൻ ഹോൾഡ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇൻ കേസ് അതിന് പകരമായിട്ട് നമ്മൾ ആ റേറ്റ് കിട്ടുന്നതിന് പകരമായിട്ട് നമ്മൾ എന്ത് കൊടുക്കണം, പ്രീമിയം കൊടുക്കണം. ഇത് റേറ്റ് ആണ്, ഒബ്ലിഗേഷൻ അല്ല. ഓപ്ഷൻ ബൈ ചെയ്യുന്നവർക്ക് റേറ്റ് ആണ്, ഒബ്ലിഗേഷൻ അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വൺസ് നമുക്ക് ഫേവറബിൾ അല്ലാന്നുണ്ടെങ്കിൽ, സിറ്റുവേഷൻസ് ഫേവറബിൾ അല്ലാന്നുണ്ടെങ്കിൽ, അതെന്താണ് സിറ്റുവേഷൻ ഫേവറബിൾ അല്ല എന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ടാറ്റ മോട്ടോഴ്സിന് ഇപ്പോൾ 800 രൂപയാണ്, ഒരു മാസം കഴിയുമ്പോൾ 900 ആവുമെന്ന് വിചാരിച്ച ഒരാൾ 840 ഒരു കോൾ ഓപ്ഷൻ എടുത്തു, 20 രൂപ കൊടുത്തിട്ട്. ഓക്കെ, 20 രൂപ കൊടുത്തിട്ട് കോൾ ഓപ്ഷൻ എടുത്തു. യെസ്, ഇനി വൺസ് ആഫ്റ്റർ 1 മന്ത് മാർക്കറ്റ് ലെവൽ എത്രയായി, 780 രൂപ അല്ലെങ്കിൽ 760 രൂപ. ഏറ്റവും എളുപ്പത്തിന് 760 രൂപയായി. ഒന്ന് ആലോചിച്ച് നിങ്ങളുടെ സിറ്റുവേഷൻ, ഓപ്ഷൻ ഹോൾഡ് ചെയ്യുന്ന ആളുടെ സിറ്റുവേഷൻ ആലോചിക്കുക. 760 രൂപയാണെങ്കിൽ പറഞ്ഞു നോക്ക്, മാർക്കറ്റിൽ 760 രൂപയുള്ള ഐറ്റം നമുക്ക് 840 രൂപക്ക് വാങ്ങാനുള്ള അവകാശമുണ്ട്. നല്ലൊരു അവകാശമാണ് അത്. മാർക്കറ്റിൽ കടയിൽ 760 രൂപയ്ക്ക് വിൽക്കുന്ന ഒരു ഐറ്റം പോയിട്ട് നിങ്ങളുടെ എത്ര രൂപയ്ക്ക് വാങ്ങാനുള്ള അവകാശം ഉണ്ട്, 840. ഓക്കെ, ആരെങ്കിലും വാങ്ങുമോ, ഇല്ല. ഓക്കെ, ആരും വാങ്ങില്ല. ദാറ്റ് ഈസ് അവിടെ 840 രൂപയ്ക്ക് വാങ്ങിക്കാനുള്ള അവകാശം ഉണ്ടെങ്കിൽ നിങ്ങളത് എക്സസൈസ് ചെയ്യില്ല. അതുകൊണ്ട് ലാപ്സ് ആവും. അതായത് നമുക്ക് റേറ്റ് ആയതുകൊണ്ട് നമ്മൾ വാങ്ങണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല, ഓപ്ഷണലാണ്. ദാറ്റ് ഈസ് ഓപ്ഷൻ മീൻസ് ഓപ്ഷണലാണ്. ഓക്കെ, അപ്പോൾ നോക്കാം. അപ്പോൾ നമ്മളത് എക്സസൈസ് ചെയ്യുന്നില്ല. അപ്പോൾ പിന്നെ എന്താണ് നമുക്ക് നഷ്ടം, നമുക്ക് ആ ഒരു പ്രീമിയം കൊടുത്തുണ്ടാവും നഷ്ടം. ദാറ്റ് ഈസ് 20 രൂപ ഇൻറ്റു 100 ഷെയറിന് കൊടുത്ത് 2000 രൂപ നഷ്ടമാവും. അപ്പോൾ ഓപ്ഷൻ്റെ പ്രത്യേകത, ഫ്യൂച്ചേഴ്സിനെ അപേക്ഷിച്ച് ഓപ്ഷൻ്റെ പ്രത്യേകത ഇതാണ്. നേരെ മറിച്ച് ഫ്യൂച്ചേഴ്സിലാണെങ്കിൽ നിങ്ങൾക്ക് എന്തുണ്ടാവുന്നില്ല,
ബൈ ചെയ്ത് കഴിഞ്ഞാൽ F+ എടുത്താൽ വില കുറഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടം വരും, വില കൂടിയാൽ ലാഭം വരും. അതുകൊണ്ടാണ് പൊതുവെ നമ്മൾ പറയുന്നൊരു ഡയലോഗ് ഉണ്ട്, ഇഫ് യു എൻ്റർ ഇൻ ടു ഫ്യൂച്ചേഴ്സ് യു ഹാവ് നോ ഓപ്ഷൻസ്, ഇഫ് യു എൻ്റർ ഇൻ ടു ഓപ്ഷൻസ് യു ഹാവ് നോ ഫ്യൂച്ചർ. ഓക്കെ, പിന്നെ മീനിങ് എന്താണെന്ന് മനസ്സിലായോ? നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ, ഇഫ് യു എൻ്റർ ഇൻ ടു ഫ്യൂച്ചേഴ്സ് യു ഹാവ് നോ ഓപ്ഷൻസ്. ഓക്കെ, അപ്പോൾ ഇഫ് യു എൻ്റർ ഇൻ ടു ഫ്യൂച്ചേഴ്സ് ആണോ F+ എടുത്തവൻ F- എടുക്കണം, F- എടുത്തവൻ F+ എടുക്കണം. അത് വില കുറഞ്ഞാലും കൂടിയാലൊക്കെ നിങ്ങളത് ചെയ്തേ പറ്റൂ. നിങ്ങൾക്ക് ഫേവറബിൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് അൺഫേവറബിൾ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ചെയ്തേ പറ്റൂ. സ്ക്വയർ ഓഫ് ലോസിൽ സ്ക്വയർ ഓഫ്. നേരെ ഓപ്ഷൻസ് ആണെങ്കിൽ ഓപ്ഷനലാണ്, നമുക്ക് വേണമെങ്കിൽ എക്സൈസ്. പക്ഷെ അവിടെ ഞാൻ പറഞ്ഞ വേർഡിങ്സ് അങ്ങനെയല്ല. ഇഫ് യു എൻ്റർ ഇൻ ടു ഓപ്ഷൻസ് യു ഹാവ് നോ ഫ്യൂച്ചർ എന്നാണ്. ഞാൻ അതിൽ പറഞ്ഞത് വേറൊരു മീനിങ് ആണ്. കാരണം മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നവർക്ക് അറിയാം, നമ്മൾ ഓപ്ഷൻസിൽ ഒരു പരിധിക്ക് അപ്പുറം കളിച്ച് നമുക്ക് ആകെ റിസ്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ പറയുമല്ലോ, നോ ഫ്യൂച്ചർ മീൻസ് നമ്മൾ കുടുംബം മുഴുവനും വിൽക്കേണ്ടി വരും, ചിലപ്പോൾ ആത്മഹത്യ തന്നെ ചെയ്യേണ്ടി വരും. അത്രയും അധികം ലൈബിലിറ്റീസ് എന്തെയും വരും. ഓക്കെ, അത്രയധികം ലോസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അതാണ് പറഞ്ഞത്, ഇഫ് യു എൻ്റർ ഇൻ ടു ഓപ്ഷൻസ് യു ഹാവ് നോ ഫ്യൂച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, എനിവേ, അപ്പോൾ തിരിച്ചു പറഞ്ഞു വന്നത്, നമ്മൾ ഓപ്ഷൻസിൽ നമുക്ക് എൻ്റർ ചെയ്ത് ഓപ്ഷൻ ബൈ ചെയ്തവൻ്റെ ലോസ് എന്താണ്, ലിമിറ്റഡ് ആണ്. ഓക്കെ, നമുക്ക് ലാപ്സ് ആയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് പോവുള്ളൂ, പ്രീമിയം പോവുള്ളൂ. ഓക്കെ, നമ്മളെപ്പോഴും ആ നോ ഫ്യൂച്ചർ എന്ന് പറഞ്ഞ പോയിന്റ് ആക്ച്വലി ആരുടെ പോയിന്റ് ഓഫ് വ്യൂ ആണ്, ഓപ്ഷൻ സെല് ചെയ്ത ആളുടെ പോയിന്റ് ഓഫ് വ്യൂ ആണ്. അപ്പോൾ അതിലോട്ട് നമ്മൾ വരും. വൈ ഓപ്ഷൻസ് നമുക്ക് എന്തിനു വേണ്ടി ഉപയോഗിക്കാം, സ്പെക്കുലേഷൻ, ഹെഡ്ജിങ് കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാം. പിന്നെ അതുപോലെ തന്നെ ഓപ്ഷൻ സെല്ലേഴ്സ് നോർമലി ഒരു ഇൻകം കിട്ടാൻ വേണ്ടിയിട്ട് ഓപ്ഷൻ ഉപയോഗിക്കാറുണ്ട്. ഓപ്ഷൻസ് ഇൻ ഫിനാൻഷ്യൽ മാർക്കറ്റ് ദർ ആർ 2 ടൈപ്പ് ഓഫ് ഓപ്ഷൻസ് ഉണ്ട്, ലൈക്ക് റിയൽ ഓപ്ഷൻസ്, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഓപ്ഷൻ. നമ്മളിപ്പോൾ ഫിനാൻഷ്യൽ മാർക്കറ്റിൽ ഓപ്ഷൻസ് ആണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. റിയൽ ഓപ്ഷൻസ് വേറെ അവൈലബിൾ ആണ്, നമ്മളുടെ റിയൽ പ്രൊജക്റ്റുകളിൽ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അതാണ് റിയൽ ഓപ്ഷൻസ് എന്ന് പറയുന്നത്. അത് നമുക്ക് CMA സിലബസ് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. സോ ക്യാപിറ്റൽ ബഡ്ജറ്റിൽ ഒരു ഏരിയയിൽ പഠിക്കാനുണ്ടെങ്കിലും നമ്മൾ കൂടുതലായിട്ട് എക്സാം ഓറിയൻറ്റഡ് പഠിക്കാനുള്ള ഫിനാൻഷ്യൽ ഓപ്ഷൻസ് ആണ്, ലൈക്ക് സ്റ്റോക്ക്. ഓക്കെ, സോ കോമോഡിറ്റീസ് അങ്ങനെ. ഓക്കെ, ഇനി കീ ടൈംസ് ഓൾറെഡി പറഞ്ഞു, സ്ട്രൈക്ക് പ്രൈസ്, എക്സ്പയറി ഡേറ്റ്, പ്രീമിയം എന്താണെന്നൊക്കെ ഓൾറെഡി പറഞ്ഞു അല്ലേ. ഇനി അടുത്തൊരു ഇതാണ് ഇൻ ദ മണി, അറ്റ് ദ മണി, ഔട്ട് ഓഫ് ദി മണി. സോ കോൺസെപ്റ്റ് MCQയിൽ ചോദിക്കാവുന്ന ഒരു കോൺസെപ്റ്റാണ്. എന്താണ് ഇൻ ദ മണി, അറ്റ് ദ മണി, ഔട്ട് ഓഫ് ദ മണി എന്ന് വെച്ചാൽ, എഗെയിൻ ആലോചിച്ച് നോക്കുക, ടാറ്റ മോട്ടോഴ്സിൻ്റെ മാർക്കറ്റ് വില 850 രൂപയാണെന്ന് വിചാരിക്കുക. ഓക്കെ, ടാറ്റ മോട്ടോഴ്സിൻ്റെ മാർക്കറ്റ് വില 850 ആണ്. നിങ്ങൾ 20 രൂപ പ്രീമിയം കൊടുത്തെന്ന് വിചാരിക്കുക, നിങ്ങൾ 840 രൂപയ്ക്ക് വാങ്ങാനുള്ള റേറ്റ്, സ്ട്രൈക്ക് പ്രൈസ് 840. നിങ്ങൾ ഇന്നത്തെ മൊമെൻറ്റിൽ ഇന്ന് എക്സസൈസ് ചെയ്യാൻ പറ്റില്ല, 1 മന്ത് വെയിറ്റ് ചെയ്യണം. പക്ഷേ ഇന്ന് എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ ഒന്ന് ഇമാജിൻ ചെയ്യുക, സപ്പോസ് ഇന്ന് എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ ഒന്ന് ആലോചിക്കുക സിറ്റുവേഷൻ, മാർക്കറ്റിൽ 850 രൂപയുള്ള ടാറ്റ മോട്ടോഴ്സ് നിങ്ങൾക്ക് എത്ര രൂപക്ക് വാങ്ങാൻ പറ്റും, ഇന്ന് 840 രൂപക്ക് വാങ്ങാൻ പറ്റും. ഓക്കെ, മാർക്കറ്റിൽ 850 ടാറ്റ മോട്ടോഴ്സ് ഇന്ന് നിങ്ങൾക്ക് എത്ര രൂപക്ക് വാങ്ങാൻ പറ്റും, 840. അപ്പോൾ ഇന്ന് തന്നെ, അതായത് ഓപ്ഷൻസിൽ എൻ്റർ ചെയ്യുന്ന ദിവസം തന്നെ നിങ്ങൾക്ക് എന്തുണ്ട്, പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ then അതിനെ വിളിക്കുന്ന പേര് ഇൻ ദ മണി ഓപ്ഷൻസ്, ITM, ഇൻ ദ മണി ഓപ്ഷൻസ്. ഓക്കെ, ഇൻ ദ മണി ഓപ്ഷൻസ്. ദെൻ അപ്പോൾ അത് ഇൻ ദ മണി ആയല്ലോ, ദാറ്റ് ഈസ് ഇന്ന് ലാഭം ഉണ്ടെങ്കിൽ, അതായത് ഇന്ന് ലാഭം മീൻസ് ഇന്ന് പേ ഓഫ് ഉണ്ട്. ലാഭം ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല, കാരണം 20 രൂപ പ്രീമിയം കൊടുക്കണം. 20 രൂപ അങ്ങോട്ട് പ്രീമിയം കൊടുത്തിട്ടാണ് ഇന്ന് 10 രൂപ പേ ഓഫ് കിട്ടുള്ളൂ. അപ്പോൾ അവിടെ ലാഭം വരുന്നില്ല, പക്ഷേ ഇന്ന് പേ ഓഫ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ആസ് ഓൺ ടുഡേ ഓപ്ഷൻ എൻ്റർ ചെയ്യുന്ന ദിവസം നമുക്ക് പേ ഓഫ് ഉണ്ടെങ്കിൽ, ലാഭകരമാണെങ്കിൽ, അല്ലെങ്കിൽ അതൊരു ഫേവറബിൾ സിറ്റുവേഷനിലാണ് ഇന്ന് ഓപ്ഷൻ നിൽക്കുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ഇൻ ദ മണി. നേരെ മറിച്ച് മാർക്കറ്റിൽ 850 ഉള്ള ടാറ്റ മോട്ടോഴ്സ് നിങ്ങൾക്ക് 850 രൂപയ്ക്ക് വാങ്ങാനുള്ള റേറ്റ് ഉണ്ട്. മാർക്കറ്റിൽ 850 ഉള്ള ടാറ്റ മോട്ടോഴ്സ് 850 തന്നെ വാങ്ങാനുള്ള റേറ്റ് ഉണ്ടെങ്കിൽ then അതിനെ വിളിക്കുന്ന പേര് അറ്റ് ദ മണി. കാരണം അവിടെ എന്ന് വെച്ചാൽ സെയിം പ്രൈസ്, മാർക്കറ്റ് പ്രൈസ് തന്നെയാണ് എക്സൈസ് പ്രൈസ് ആയിട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിനെ വിളിക്കുന്നത് അറ്റ് ദ മണി ഓപ്ഷൻസ്. നേരെ മറിച്ച് ഔട്ട് ഓഫ് ദ മണി എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിൽ 800 രൂപയുള്ള ടാറ്റ മോട്ടോഴ്സ് നിങ്ങൾക്ക് 840 രൂപയ്ക്ക് വാങ്ങാനുള്ള റേറ്റ് ഉണ്ട്. അപ്പോൾ ഇന്ന് 800 രൂപയുള്ള ടാറ്റ മോട്ടോഴ്സ് ഒരു മാസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് 840 വാങ്ങിക്കാനുള്ള റേറ്റ് ഉണ്ട്. പക്ഷേ ഇന്നത്തെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ആരും പോയിട്ട് അതെന്തെയില്ല, എക്സസൈസ് ചെയ്യില്ല. കാരണം ഇന്ന് മാർക്കറ്റിൽ 800 രൂപ കിട്ടണമായിട്ട് ആരെങ്കിലും പോയിട്ട് 840 വാങ്ങിക്കോ ഇല്ല. അപ്പോൾ അതിനെ വിളിക്കുന്നവർ ഔട്ട് ഓഫ് ദി മണി. അപ്പോൾ നമുക്ക് ഫേവറബിൾ ആണെങ്കിൽ, നേരത്തെ ഞാൻ പറഞ്ഞു മാർക്കറ്റിൽ 850 ഉള്ളത് നമുക്ക് 840 വാങ്ങിക്കാൻ പറ്റും. അത് നമുക്ക് ഇന്ന് ഓപ്ഷൻ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ ഫേവറബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് അതിനെ വിളിക്കുന്ന പേരാണ് ഇൻ ദ മണി. നേരെ മറിച്ച് രണ്ട് പ്രൈസ്, അതായത് കറന്റ് മാർക്കറ്റ് പ്രൈസും എക്സസൈസ് പ്രൈസ് അണ്ടർ ദി ഓപ്ഷൻസും തന്നെ സെയിം ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് അറ്റ് ദ മണി ഓപ്ഷൻസ്. നേരെ മറിച്ച് നമുക്ക് ഇന്ന് എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ ലാഭകരമല്ല, ലോസ് പോലെയാണ്. അതായത് ഇന്നത്തെ കറന്റ് മാർക്കറ്റ് പ്രൈസിനേക്കാൾ മുകളിലാണ് എക്സസൈസ് പ്രൈസ്. ഫോർ എക്സാമ്പിൾ ടാറ്റ മോട്ടോഴ്സിന് ഇന്നത്തെ പ്രൈസ് 800 ആണ്. സോ കറന്റ് മാർക്കറ്റ് 800 ആണ്. ദെൻ ഓപ്ഷൻസിൻ്റെ അകത്ത്, കോൾ ഓപ്ഷൻ്റെ അകത്ത് എക്സസൈസ് പ്രൈസ് വരുന്നത് 840 രൂപയാണെങ്കിൽ മാർക്കറ്റിൽ 800 നമുക്ക് 840 രൂപയ്ക്ക് വാങ്ങാൻ പറ്റും. അത് നമുക്ക് എന്താണ്, ഔട്ട് ഓഫ് ദി മണിയാണ്. ദറ്റ് മീൻസ് നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻ അല്ല. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക്
ആദ്യം പഠിക്കാനുള്ളത് ഇൻ ദ മണി, അറ്റ് ദ മണി, ഔട്ട് ഓഫ് ദ മണി. ദെൻ കോൾ ഓപ്ഷൻ്റെ കുറച്ച് ഇതുകൾ. കോൾ ഓപ്ഷനിൽ സി പ്ലസ് മീൻസ് ബയർ ഓഫ് ദി ഓപ്ഷൻ, സി മൈനസ് വെച്ചാൽ സെല്ലർ ഓഫ് ദി ഓപ്ഷൻ. ദെൻ സി പ്ലസ് കോൾ ഹോൾഡർ എന്ന് വിളിക്കും, കോൾ റൈറ്റർ. ഓക്കെ, സി പ്ലസ് സി മൈനസിന് എന്ത് കൊടുക്കണം? പ്രീമിയം കൊടുക്കണം. സി പ്ലസിന് റൈറ്റ് ടു ബൈ ദ അണ്ടർലൈങ് അസറ്റ് ഉണ്ടാകുമ്പോൾ അവിടെ റൈറ്റ് ടു സെൽ, ഒബ്ലിഗേഷൻ ടു സെൽ ആയിരിക്കും. സി മൈനസിന് ഒബ്ലിഗേഷൻ ടു സെൽ ആയിരിക്കും. ദെൻ സി പ്ലസ് സി മൈനസിന് എന്ത് കൊടുക്കണം? പ്രീമിയം കൊടുത്തിരിക്കണം. ദെൻ സി പ്ലസിൻ്റെ മാക്സിമം പ്രോഫിറ്റ് എന്താണ്? അൺലിമിറ്റഡ് ആണ്. കാരണം ചെന്നാൽ നോക്കുക, ടാറ്റ മോട്ടോഴ്സ് നിങ്ങൾ 840 രൂപക്ക് വാങ്ങാനുള്ള ഒരു അവകാശം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഒരു മാസം കഴിയുമ്പോൾ ടാറ്റ മോട്ടോഴ്സ് 900, 950, 1000, 1200, 1500 എത്താണെങ്കിൽ നിങ്ങളെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഷെയർ പ്രൈസ് കൂടുകയാണെങ്കിൽ സി പ്ലസ് റേറ്റ് എടുത്തവനക്ക് പ്രോഫിറ്റ് ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ ഷെയർ പ്രൈസ് എത്ര മുകളിലേക്ക് പോകുന്നു മെച്യൂരിറ്റി ഡേറ്റിൽ അത്രയും അധികം പ്രോഫിറ്റ്. അപ്പോൾ അതുകൊണ്ടാണ് പ്രോഫിറ്റ് ഈസ് അൺലിമിറ്റഡ് എന്ന് പറയുന്നത്. നേരെ മറിച്ച് സി മൈനസിൻ്റെ പ്രോഫിറ്റ് എന്തായിരിക്കും? ലിമിറ്റഡ് ആയിരിക്കും. കാരണം സപ്പോസ് ഇനി ഷെയർ പ്രൈസ് താഴ്ന്നിട്ട് 700 രൂപ ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ 500 രൂപ ആയി കഴിഞ്ഞാൽ ഒരു മാസം കൊണ്ട് എന്താണ് മറ്റവൻ്റെ റേറ്റ്? മാർക്കറ്റിൽ 500 രൂപ ഉള്ള ടാറ്റ മോട്ടോഴ്സ് 840 വാങ്ങാൻ പറ്റും. അവൻ വാങ്ങൂല. അവൻ്റെ കയ്യിലാണ് ബോൾ, അവൻ്റെ കയ്യിലാണ് എക്സസൈസ് ചെയ്യണോ വേണ്ടി തീരുമാനിക്കാനുള്ളത്. അപ്പോൾ സി പ്ലസ് എന്ത് ചെയ്യില്ല? എക്സസൈസ് ചെയ്യൂല. അതുകൊണ്ട് സി മൈനസിന് ആ കിട്ടിയ 20 രൂപ പ്രീമിയം എന്തായിട്ട് വരും? ലാഭമായിട്ട് വരും. ഓക്കെ, അങ്ങനെയാണ് അവിടെ പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റഡ് എന്ന് പറയുന്നത്. സോ ഇവിടെ പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റഡ്. ഇനി മാക്സിമം ലോസ് ഈസ് ലിമിറ്റഡ്. കാരണം സി പ്ലസിൻ്റെ മാക്സിമം ലോസ് ലിമിറ്റഡ് ആണ്. കാരണം സി പ്ലസ് ഇൻ കേസ് എക്സസൈസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആകെ നഷ്ടപ്പെടുന്ന ആ പ്രീമിയം കൊടുത്താൽ മാത്രമാണ് അല്ലേ. നേരെ മറിച്ച് സി മൈനസിലാണെങ്കിൽ മാക്സിമം പ്രോഫിറ്റ് ലിമിറ്റഡ് ആണ്. ഇൻ കേസ് ആ ഒരു ഷെയറിൻ്റെ വില കുറഞ്ഞാൽ തന്നെ ലാപ്സ് ആയി തന്നെ ആകെ കിട്ടുന്ന ആ പ്രീമിയമാണ്. ഇതാണ് ഇത് തമ്മിലുള്ള മെയിൻ വ്യത്യാസം. സി പ്ലസ് സി മൈനസ് ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ആണ്. ഓക്കെ, നമ്മളെപ്പോഴും സി പ്ലസിൻ്റെ ഹോൾഡറുടെ പോയിന്റ് ഓഫ് വ്യൂ ചിന്തിക്കുക. അതായത് എക്സാമിൽ നിങ്ങൾ കോൾ ഓപ്ഷൻ ആരാണ് എടുത്തിട്ടുള്ളത് അയാൾക്കാണ് റേറ്റ് ഉള്ളത്. അപ്പോൾ ആൾ എക്സസൈസ് ചെയ്യുന്നുണ്ടോ ഇല്ലേ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ എന്ത് ചെയ്യുക? ചിന്തിക്കുക. ഈവൻ ദ ക്വസ്റ്റിൻ്റെ അകത്ത് സി മൈനസിൻ്റെ പൊസിഷൻ തന്നാലും ഓൾവേസ് സി പ്ലസ് പി പ്ലസ് പോലെയുള്ള പൊസിഷൻസ് എന്ത് ചെയ്യുക? ഉപയോഗിക്കുക. ഇനി ആരായിരിക്കും പൊതുവെ സി പ്ലസ് എടുക്കുന്നത്? മാർക്കറ്റ് വില കൂടുമ്പോൾ അല്ലേ. സോ ബുള്ളിഷ് മൈൻഡ് ഉള്ളവർ, കാരണം നല്ല അവർക്ക് ലാഭം ഉണ്ടാവുള്ളൂ. സോ സി പ്ലസ് എടുക്കുന്ന ഒരാൾ ഏത് മൈൻഡ് ആയിരിക്കും? മാർക്കറ്റിൽ ടാറ്റ മോട്ടോഴ്സിൻ്റെ വില കൂടും, അപ്പോൾ കൂടിക്കഴിഞ്ഞാലും എനിക്ക് 840 രൂപയ്ക്ക് കിട്ടണം എന്ന് വിശ്വസിക്കുന്ന ബുള്ളിഷ് മൈൻഡ് സെറ്റ് ഉള്ളവരായിരിക്കും എന്ത് ചെയ്യുക? ടാറ്റ മോട്ടോഴ്സിൻ്റെ കോൾ ഓപ്ഷൻ എടുക്കുക. നേരെ മറിച്ച് എന്തുകൊണ്ടായിരിക്കും മറ്റൊരാൾ കോൾ ഓപ്ഷൻ സെല് ചെയ്യുന്നത്? ഒരിക്കലും ടാറ്റ മോട്ടോഴ്സിൻ്റെ വില 540 മുകളിൽ പോകാൻ പോകുന്നില്ല. ടാറ്റ മോട്ടോഴ്സിൻ്റെ വില കുറയുമെന്ന് വിശ്വസിക്കുന്ന ഒരാൾ, ദാറ്റ് മീൻസ് അതായിരിക്കും ബിയറിഷ് മൈൻഡ്. ഓക്കെ, അപ്പോൾ ടാറ്റ മോട്ടോഴ്സിന് ബുള്ളിഷ് മൈൻഡ് ഉള്ളവനായിരിക്കും സി പ്ലസ് വാങ്ങുന്നത്. ടാറ്റ മോട്ടോഴ്സ് ബിയറിഷ് മൈൻഡ് ഉള്ളവനായിരിക്കും ഓപ്ഷൻസ് വിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവർ തമ്മിൽ ഓൾവേസ് ഈ ഒരു മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ എന്താ പറയുക ഡിഫറെൻറ്റ് പ്രൈസ് ബിലീഫ്സ് ഉള്ള ആൾക്കാരെന്തായിരിക്കും ഓൾവേസ് അവൈലബിൾ ആയിരിക്കും ആ മാർക്കറ്റിൻ്റെ അകത്ത്. അങ്ങനെയാണ് ഈ ഓപ്ഷൻസ് നിന്നത് ട്രേഡ് ആവുന്നത്. ഓക്കെ, ഇതാണ് കോൾ ഓപ്ഷൻസിൻ്റെ പ്രത്യേകത. ഓക്കെ അല്ലേ.